തൃശൂർ നാട്ടികയിൽ തടിലോറി കയറി ഇറങ്ങിയുണ്ടായ അപകടത്തിൽപ്പെട്ട 3 പേരുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളായ ജാൻസി, ദേവേന്ദ്രൻ, ചിത്ര തുടങ്ങിയവരാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലുള്ളത്. അതേസമയം ഈ അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവർ ജോസിനെയും ക്ലീനർ അലക്സിനെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ തൃശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് അതിൻ്റെ തുടർ നടപടികൾ, ചികിത്സാ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. സുനിൽ, ഇന്നലെയാണ് നമ്മുടെ നാടിനെ നടുക്കിയ, നമ്മളെ ഏവരെയും സങ്കടത്തിലാക്കിയ വലിയ ദുരന്തമുണ്ടായത്. ഉറങ്ങിക്കിടന്ന മനുഷ്യരുടെ മുകളിലേക്ക് ലോറി പാഞ്ഞു കയറി മരണം സംഭവിച്ചത്, 5 മരണം സംഭവിച്ചത്. അതിൽ അപകടത്തിൽപ്പെട്ട 3 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രി അധികൃതർ അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് വിശദമാക്കുന്നത് എന്താണ്? മനു, നാട്ടിക വാഹനാപകടത്തിൽ, അതായത് തടി ലോറി ഉറങ്ങിക്കിടന്ന നാടോടികളുടെ സംഘത്തിലേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും 5 പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ ഗുരുതരമായി പരിക്കേറ്റ 6 പേരെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതായത് പരിക്കേറ്റ ജാൻസിയുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. രവീന്ദ്രൻ്റെയും ചിത്രയുടെയും അവസ്ഥയും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. ഇവർക്ക് ഫലപ്രദമായിട്ട് എല്ലാ ചികിത്സകളും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവർക്ക് ഉള്ള ഒരു പ്രധാന പ്രശ്നം, ജാൻസിയുടെ അരയ്ക്ക് താഴെ ലോറി കയറി ഇറങ്ങി പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. അതിൻ്റെ ശസ്ത്രക്രിയയൊക്കെ ഇന്നലെ പൂർത്തിയായിരുന്നു. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള അതീവ ഗുരുതരാവസ്ഥ എന്ന് ഡോക്ടർമാർ പറയുന്നത്. മറ്റു 2 പേർക്കും ഇതേ അവസ്ഥ തന്നെയാണ്. ഒരു കാലിനും അരയ്ക്ക് താഴെയും പരിക്കേറ്റിട്ടുണ്ട്. ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വാഹനം മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്ന ലൈസൻസ് ഇല്ലാത്ത ക്ലീനറെയും ഇതിന് പ്രേരിപ്പിച്ച ഡ്രൈവർ ജോസിനെയും ഇന്നലെ പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്ത് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കോടതി 14 ദിവസത്തേക്ക് ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഈ അലക്സിൻ്റെ ലൈസൻസ് ഇല്ലാതെയാണ് അലക്സ് വാഹനം ഓടിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേക കേസ് മോട്ടോർ വാഹന വകുപ്പ് എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജോസിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ഈ ലോറിയുടെ RC ക്യാൻസൽ ചെയ്യാനും റദ്ദാക്കാനും ഇപ്പോൾ ട്രാൻസ്പോർട്ട് അധികൃതരും വകുപ്പ് അധികൃതരും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുമ്പോൾ മറ്റു 3 പേർ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അതിൽ ദേവനന്ദനും ചിത്രയുമാണ്. അവർക്ക് വലിയ പരിക്കില്ല, എന്നാലും കൈക്ക് ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. രക്തം കൂടുതൽ വാർന്നു പോയതിനെ തുടർന്നാണ് ഇവരെ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ കുട്ടികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട്, കാരണം 6 വയസ്സുകാരി ശിവാനി, രമേശ്, വിജയ് എന്നിവരും ഇതിനകത്ത് ചികിത്സയിലുള്ള 2 പേർ കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി പുറത്തു നിന്നുള്ള ഡോക്ടർമാരുടെ സേവനം വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ മന്ത്രി MB രാജേഷ് ഇവിടെ വന്ന് പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിക്കുകയും ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളോട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഇന്നലെ അവരുടെ 5 പേരുടെയും മൃതദേഹങ്ങൾ തമിഴ്നാട്ടിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാരാണ് ഒരുക്കിയിരുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു മൃതദേഹം ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത്. പ്രത്യേക ആംബുലൻസുകൾ സജ്ജീകരിച്ചിരുന്നു. അവിടെ കൊണ്ടുപോയി ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയം എല്ലാ ചെലവുകളും ഈ സംസ്ഥാന സർക്കാരിൻ്റെ വകയായി തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതിനുവേണ്ട നിർദ്ദേശം ഇന്നലെ തന്നെ സർക്കാർ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറാണ് വേണ്ട നിർദ്ദേശം ബന്ധപ്പെട്ട പാലക്കാട് ജില്ലാ കളക്ടർക്ക് കൂടെ നൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ഇന്നിപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുടെ അവസ്ഥ സംബന്ധിച്ച് ജില്ലാ കളക്ടർ രാവിലെ ആശുപത്രിയിലെത്തി വിവരങ്ങൾ ആരായും. അതിനുശേഷം കൂടുതൽ ചികിത്സ അല്ലെങ്കിൽ അവരുടെ അപകട അവസ്ഥ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഡോക്ടർമാരുമായി ചർച്ച ചെയ്ത് കൂടുതൽ ഫലപ്രദമായ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്നാണ് ഇന്നലെ മന്ത്രി രാജേഷ് പറഞ്ഞിരുന്നത്. കാരണം അവർക്ക് അടിയന്തരമായി സഹായം നൽകണമെങ്കിൽ അത് മന്ത്രിസഭയുടെ കൂടെ അനുമതിയോടുകൂടി മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിൽ വരും. ഈ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുന്ന കാര്യവും ചികിത്സയിലുള്ളവരുടെ കാര്യത്തിൽ എന്ത് നടപടികൾ സ്വീകരിക്കും എന്നുള്ള കാര്യമൊക്കെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. മനു.